ഗുഡ് മോർണിംഗ് എവരിബഡി. പുതിയ ഒരു വീഡിയോയുമായി ഗ്രാമസ്നേഹി ന്യൂസ് റിപ്പോർട്ടിൻ്റെ പ്രേക്ഷകർക്കായി ഞാനിവിടെ വരുന്നത് ചരിത്രത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ പ്രാധാന്യം, ഇപ്പോഴത്തെ ഇന്ത്യയുടെ പുതിയ സാഹചര്യവും വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ്. ഇന്ത്യയും ഇന്ത്യക്കാരും പുനർജനിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് തലക്കെട്ടായി കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഗാന്ധി, ജിന്ന, അംബേദ്കർ. ഇന്ത്യയിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ചരിത്രം സൃഷ്ടിച്ച 3 മഹാന്മാരാണ് ഗാന്ധി, ജിന്ന, അംബേദ്കർ. അവർ 3 പേരും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പൊരുതി. എന്നാൽ അത് 3 വിധത്തിലാണെന്ന് മാത്രം. അതോടൊപ്പം അവരവരുടെ സമുദായത്തിൻ്റെ താല്പര്യത്തിനു വേണ്ടിയും ഈ 3 പേരും പ്രയത്നിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് സാമ്രാജ്യ ശക്തി ഇന്ത്യ വിട്ടുപോകുന്നതിന് വേണ്ടിയും ഹിന്ദുമതവും ബ്രാഹ്മണ സമുദായവും പകരം ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയും ഗാന്ധിയും യത്നിച്ചു. അങ്ങനെ രൂപം കൊള്ളുന്ന ഇന്ത്യക്ക് അദ്ദേഹം രാമരാജ്യം എന്ന പേരും നൽകി. മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്ന മുഹമ്മദ് അലി ജിന്ന ബ്രിട്ടീഷ് സാമ്രാജ്യ ശക്തി ഇന്ത്യ വിട്ടുപോകുന്നതിന് വേണ്ടിയും ഇസ്ലാം മത അനുയായികൾക്ക് വേണ്ടിയും ഒരു പുതിയ രാജ്യം ഇവിടെ രൂപീകരിക്കുന്നതിന് വേണ്ടിയും പോരാടി. അതിന് അദ്ദേഹം പാകിസ്ഥാൻ, വിശുദ്ധ നാട് എന്ന പേര് നൽകി. അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ ബാക്കി ഇന്ത്യ അശുദ്ധ നാടാണ്, ഐറ്റം നിലനിൽക്കുന്ന നാടാണ്, മനുഷ്യൻ അടുത്തു വന്നാൽ കുളിച്ച് ശുദ്ധിയാകേണ്ട നാടാണ്. അംബേദ്കർ ബ്രിട്ടീഷ് ശക്തി ഇന്ത്യ വിട്ടുപോകുന്നതിനോടൊപ്പം അടിസ്ഥാന വർഗങ്ങളുടെ മേലുള്ള സവർണമർദ്ദനവും ചൂഷണവും അവസാനിപ്പിക്കുന്നതിനും സ്വതന്ത്ര ഇന്ത്യയിൽ അവർണ വിഭാഗങ്ങൾക്ക് ന്യായമായ പൗരാവകാശങ്ങളും പരിരക്ഷകളും ലഭിക്കുന്നതിനു വേണ്ടിയും പ്രയത്നിച്ചു. അതിന് അദ്ദേഹം പുതിയ പേരുകളൊന്നും നൽകിയില്ല. അദ്ദേഹത്തിനത് ഇന്ത്യ തന്നെയായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ജന്മത്തിൻ്റെ നാടായിരുന്നു. ഗാന്ധിക്കും ജിന്നയ്ക്കും രാമരാജ്യത്തിനും പാകിസ്ഥാനും വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം. അവർ വിദേശികളാണ്, ഇന്ത്യയിൽ വന്നു കയറിയവരാണ്. ഹിന്ദുക്കൾ ഹിമാലയത്തിനപ്പുറത്തു നിന്നും കുടിയേറിയവരാണെങ്കിൽ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ വന്ന വിദേശമതം സ്വീകരിച്ച ഇന്ത്യക്കാരാണ്. അതല്ല അംബേദ്കറുടെ സ്ഥിതി. അദ്ദേഹത്തിൻ്റെ ജന്മനാടാണിത്, അദ്ദേഹത്തിൻ്റെ ജനതയുടെ മാതൃഭൂമിയാണിത്. അവർ മുഴുവനും ആദ്യകാലം മുതൽ ഇന്ത്യയിൽ ജനിച്ചു വളർന്നവരാണ്. അവിടെ മാതൃരാജ്യമാണ് ഇന്ത്യ. ആ പെറ്റമ്മയെ രാമരാജ്യമാക്കാനോ പാകിസ്ഥാനാക്കാനോ അനുവദിക്കാൻ അദ്ദേഹത്തിന് നിർവാഹമില്ല. നമുക്കറിയാം, ബൈബിളിൽ സോളമൻ്റെ മുമ്പിൽ മാതൃത്വത്തിന് തർക്കം പറഞ്ഞുകൊണ്ട് ചെന്ന 2 മാതാക്കളിൽ യഥാർത്ഥ മാതാവിൻ്റെ സ്ഥിതിയാണ് അംബേദ്കർക്കുണ്ടായത്. കുഞ്ഞിൻ്റെ കള്ളമാതാവിന് ശിശുവിൻ്റെ പകുതി കൊണ്ട് തൃപ്തിയാകാം. ഗാന്ധിയും ജിന്നയും അങ്ങനെ തൃപ്തിപ്പെട്ടു. കുഞ്ഞിനെ ജീവനോടെ മുഴുവനായി തന്നെ വേണമെന്ന് ശഠിച്ച അംബേദ്കർക്ക് അവസാനം ഒന്നും ലഭിച്ചില്ല. ഇന്ന് ഇന്ത്യയും മരിച്ചു, പാകിസ്ഥാനും മരിച്ചു. അവിഭക്ത ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്ര സമാധാനവും സംതൃപ്തിയും ഇന്ന് ഇന്ത്യയിലെയോ പാകിസ്ഥാനിലെയോ ജനങ്ങൾക്ക് ഇല്ല എന്നത് ഒരു സത്യം മാത്രം. ഗാന്ധിയുടെയോ ജിന്നയുടെയോ കയ്യിൽ കുഞ്ഞ് പൂർണ്ണമായി ജീവനോടെ അവശേഷിച്ചിരുന്നെങ്കിൽ അത് കണ്ടുകൊണ്ട് ആ മാതൃത്വത്തിന് സംതൃപ്തി അടയാമായിരുന്നു. അതുപോലും സാധിച്ചില്ല. പക്ഷേ സോളമൻ ആയിരുന്നില്ല ഇന്ത്യയെ ചൂഷണം ചെയ്യാൻ വന്ന ബ്രിട്ടീഷുകാർ. അവരും ആ ശിശു വധിക്കപ്പെട്ട് കാണാനാണ് ആഗ്രഹിച്ചത്. അതിനുവേണ്ട ഒത്താശകളും ചെയ്തു കൊടുത്തു. തൻ്റെ മാതൃശരീരത്തിന് മേലെ കൂടി മാത്രമേ ഇന്ത്യയെ വിഭജിക്കാനാവൂ എന്ന് പ്രഖ്യാപിച്ച ഗാന്ധി 1947 ജൂലൈ 14 ചേർന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ വിഭജന പ്രമേയം അംഗീകരിക്കാൻ ഏറ്റവും അധികം സമ്മർദ്ദം ചെലുത്തി. ലീഡേഴ്സ് ഓഫ് ദ നേഷൻ ബിട്രൈസ് ദ കോസ് ഓഫ് ദ കൺട്രി എന്ന് പിറ്റേ ദിവസത്തെ പത്രങ്ങൾ എഴുതി. വിഭജനം കഴിഞ്ഞ് 168 ദിവസം കൂടി ഗാന്ധി ജീവിച്ചു. ഗോഡ്സെയുടെ കഴിവ് കുറവുകൊണ്ട് അത് സാധിച്ചു. അതിനു മുമ്പത്തെ 5600 ദിവസം ഗാന്ധി ജീവിച്ചത് ബാബാ സാഹേബ് അംബേദ്കറുടെ കാരണം കൊണ്ടാണ്.
വിഭജിച്ചു കൊന്ന ആ ശിശുവിനെ ഒരുമിപ്പിച്ച് പുതുജീവൻ നൽകി രക്ഷപ്പെടുത്തേണ്ട ഭാരം ബാബാ സാഹേബ് അംബേദ്കറിസ്റ്റുകളിലുമാണ് അവശേഷിച്ചത്. ഇന്ത്യക്കാരും പുനർജനിക്കേണ്ടിയിരിക്കുന്നു. താങ്ക് യു എവരിബഡി.